all to Let's EduTips. Let's EduTipsന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ക്വസ്റ്റ്യൻ ടാഗിന്റെ ക്ലാസ് ആണ്. ഇതിനു മുമ്പ് പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചു. ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ ഈ ക്ലാസ്സിൽ നമുക്ക് ചില പ്രത്യേകതകളുള്ള കേസ് അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. See the sentence, I am a dancer. I am a dancer. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ആണല്ലേ, കാരണം നോയോ നോട്ടോ ആയിട്ട് തന്നെ നമ്മൾ കുറേ നെഗറ്റീവ് വേർഡ്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇതിനില്ല. അതായത് ഇത് നെഗറ്റീവ് അല്ല, ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഇത് സെൻറ്റൻസ് നമുക്കറിയാം, ഇത് ഏതാ സെൻറ്റൻസ്? ആയി കഴിഞ്ഞ് വെർബൊക്കെ വന്നിട്ടുണ്ട്. ഇത് അസർട്ടീവ് സെൻറ്റൻസ് ആണ്. ഈ തന്നിരിക്കുന്നത് അസർട്ടീവ് സെൻറ്റൻസ് ആണ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നമുക്ക് ഇതിന് ടാഗ് ആണ് അറിയേണ്ടത്. സാധാരണ നമ്മുടെ റൂൾ അനുസരിച്ച് ഓക്സിലറി വെർബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്സിലറി വെർബിനോടുകൂടി നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ നെഗറ്റീവ് ടാഗ് ആക്കാം അല്ലേ. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഐ ആം എ ഡാൻസർ. എപ്പോഴും അറിഞ്ഞിരിക്കണം, അയാമിൽ തുടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടാഗ്. അയാം എന്നുള്ളത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അയാമിൽ തുടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടാഗ് എന്ന് പറയുന്നത് ആരിൻറ്റ് ഐ ആയിരിക്കും. ആരിൻറ്റ് ഐ ആയിരിക്കും. ഇതിങ്ങനെ ഒരു റൂളാണ്, അത് റൂളായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഐ ആം എന്നുള്ളത് ഒരു പോസിറ്റീവ് സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടാഗ് എന്ന് പറയുന്നത് എന്താണ്? ആരിൻറ്റ് ഐ ആയിരിക്കും. ഇനി ഐ ആം നെഗറ്റീവ് സെൻറ്റൻസിൽ വന്നാൽ എന്താണ് മാറ്റം ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. See this sentence, I am not a teacher. I am not a teacher. ഇവിടെ ഐ ആം എന്നുള്ളത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസിലാണ്. കണ്ടോ, നോട്ട് കിടക്കുന്നത് ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഇത് നെഗറ്റീവ് ആണല്ലോ, ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലാണ് ഐ ആം വന്നിരിക്കുന്നത്. ഐ ആം എന്നുള്ളത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ വന്നാൽ ടാഗ് എന്താവണം? ടാഗ് പോസിറ്റീവ് ആകണം. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ടാഗ് ഇങ്ങനെയാണ്, ആം ഐ. ഇത് റൂളായിട്ടാണ്, ഇത് ഈ റൂൾ തന്നെ ഫോളോ ചെയ്ത് പോകണം. വളരെ സിമ്പിളാണ്. ഐ ആം എന്നുള്ളത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ ടാഗ് ആരിൻറ്റ് ഐ ആയിരിക്കും. ഐ ആം എന്നുള്ളത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ടാഗ് ആം ഐ ആയിരിക്കും. ഇതിന് പകരം ഇവിടെ ഏത് വന്നു കഴിഞ്ഞാലും അയാമിൻ്റെ കേസ് ഇങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അടുത്തൊരു ടൈപ്പ് ഓഫ് സെൻറ്റൻസിലേക്ക് പോവാം. ലെറ്റ് us go for a walk. Let us go for a walk. ഇതാ നോക്കൂ, ഈ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് എന്തിനാണ്? ലെറ്റസിൽ ആണ് സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ, ലെറ്റസിലാണ് തുടങ്ങിയിരിക്കുന്നത്. ലെറ്റസിൽ തുടങ്ങുന്ന ഒരു സെൻറ്റൻസിൻ്റെ ടാഗ് എന്ന് പറയുന്നത് എപ്പോഴും ഷാൾ വി ആയിരിക്കും. ഓക്കെ, ഒരു സെൻറ്റൻസ് ലെറ്റസിലാണോ തുടങ്ങുന്നത്, അതിൻ്റെ ടാഗ് എന്തായിരിക്കണം? ഷാൾ വി ആയിരിക്കണം. അത് നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ പോസിറ്റീവ് ആയിക്കൊള്ളട്ടെ, ഒന്നും ഇവിടെ പ്രശ്നമല്ല. ലെറ്റസിൽ തുടങ്ങുന്നതാണോ സെൻറ്റൻസ് എങ്കിൽ അതിൻ്റെ ടാഗ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എന്താണ്? ഷാൾ വി എന്നുള്ളതാണ്. സി, ലെറ്റ് us ഫൈൻഡ് ദി സൊല്യൂഷൻ. അനദർ സെൻറ്റൻസ്, ഇതും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതിലാണ്, ലെറ്റസിലാണ് അല്ലേ. ലെറ്റ് അസ എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് ലെറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ലെറ്റ്സ് ഫൈൻഡ് ദി സൊല്യൂഷൻ. ഇവിടെയും ടാഗ് എന്ത് തന്നെയാണ്? ഷാൾ ബി. വേറെ ഓരോ ഓപ്ഷനും ഇല്ല. ലെറ്റസിലാണോ സെൻറ്റൻസ് തുടങ്ങുന്നത് അതിൻ്റെ ടാഗ് എപ്പോഴും ഷാൾ ബി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം അയ്യാമിൽ തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ലെറ്റസിൽ തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഇതുപോലെ തന്നെ ഓർത്തു വയ്ക്കുക കേട്ടോ. മറ്റൊരു സെൻറ്റൻസ് നോക്കാം. സി, one need not be too innocent. One need not be too innocent അല്ലേ. ഈ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് ദാ വണ്ണിലാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വണ്ണിലാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. മറ്റൊരു സെൻറ്റൻസ് നോക്കിയേ, one should obey one's own parents. ഇവിടെയും വണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ആണ്. ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം. ഫസ്റ്റ് സെൻറ്റൻസ് നമുക്കറിയാം, വട്ട് നീഡ് നോട്ട് ബി ടു ഇന്നസെൻറ്റ്. നോട്ട് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. അതായത് ഈ സെൻറ്റൻസ് എന്താണ്? ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടാഗ് എന്താവണം? പോസിറ്റീവ് ടാഗ് ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ വെർബാണ്. പക്ഷേ ഈ സെൻറ്റൻസിനകത്ത് നമുക്കൊരു ഓക്സിലറി വെർബുണ്ട്. 24 ഓക്സിലറി വെർബ് നമ്മൾ പഠിച്ചായിരുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കി നീഡ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ് അല്ലേ. ദാ ഇവിടെ നീഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് വന്നിട്ടുണ്ട്. അതായത് ഇത്രയും കാര്യങ്ങളാണ് ഈ സെൻറ്റൻസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത് അസർട്ടീവ് സെൻറ്റൻസ് ആണ്. തന്നിരിക്കുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിനകത്ത് ഓക്സിലറി വെർബുണ്ട്, നീഡ് ആണ് ഇതിലെ ഓക്സിലറി വെർബ്. സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് എന്താകണം? ടാഗ് പോസിറ്റീവ് ആകണം അല്ലേ. ടാഗ് പോസിറ്റീവ് ആകാനായിട്ട് നമുക്കറിയാം ഓക്സിലറി വെർബ് ഉണ്ട്. ഓക്സിലറി വെർബിനെ നമ്മളിങ്ങനെ എഴുതുവാണ്, നീഡ് എന്നെഴുതി. ഇനി സബ്ജക്റ്റ് ആരാ വന്നിരിക്കുന്നത്? വൺ എന്നുള്ളതാണല്ലോ സബ്ജക്റ്റ്.
അറിഞ്ഞു വെക്കുക, വൺ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗിൽ എഴുതുന്ന പ്രൊനൗണും എന്ത് തന്നെയായിരിക്കണം? വൺ തന്നെയായിരിക്കണം. വണ്ണിന് പകരം ഹി എന്നോ ഷീ എന്നോ ദേ എന്നോ ഒന്നും എഴുതാൻ പാടില്ല. വൺ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ വണ്ണിന് പകരം യൂസ് ചെയ്യേണ്ട പ്രൊനൗണും വൺ തന്നെയാണ്. നീഡ് വൺ എന്നതാണ് ആ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് അല്ലേ. വൺ നീഡ് നോട്ട് ബി ടു ഇന്നസെന്റ്. നീഡ് വൺ അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. അടുത്ത സെൻറ്റൻസ് നോക്കാം. വൺ ഷുഡ് ഒബേ വൺസ് ഓൺ പേരൻസ്. വൺ ഷുഡ് ഒബേ വൺസ് ഓൺ പേരൻസ്. സെൻറ്റൻസ് വണ്ണിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്സിലറി വെർബ് ഉണ്ട്. ഷുഡ് എന്നുള്ളതാണ് ഓക്സിലറി വെർബ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ടാഗ് നെഗറ്റീവ് ആക്കണം. ടാഗ് നെഗറ്റീവ് ആക്കാനായിട്ട് ഓക്സിലറി വെർബായ ഷുഡ് എടുത്തു. ഷുഡിനോട് കൂടി നോട്ടും കൂടി ആഡ് ചെയ്തു. വൺ സബ്ജക്റ്റ് ആയതുകൊണ്ട് അവിടെ യൂസ് ചെയ്യേണ്ട പ്രൊനൗൺ ഏതാണ്? വൺ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്കറിയാം, ഷുഡിൻറ്റ് വൺ. ഷുഡിൻറ്റ് വൺ എന്നതാണ് വൺ ഷുഡ് ഒബേ വൺസ് ഓൺ പേരൻസ് എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ഇതും വൃത്തിക്ക് പഠിച്ചു വെക്കണം. ഇത്രയേ ഉള്ളൂ. വൺ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗിലെ പ്രൊനൗൺ വൺ ആയിരിക്കണം. സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ. മറ്റൊരു സെൻറ്റൻസ് ആണ്, ദെയർ ആർ 34 lakes ഇൻ കേരള. ദെയർ ആർ 34 lakes ഇൻ കേരള. ഇവിടെ ഈ സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. കാരണം നോയോ നോട്ടോ ഒന്നും വരുന്ന നെഗറ്റീവ് മീനിങ് ഒന്നുമില്ല. ദെയർ ആർ 34 lakes ഇൻ കേരള. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ സബ്ജക്റ്റ് ആണ്. ദെയറിലാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദെയറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസിന് ഒരു പ്രത്യേകതയുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ അതിൻ്റെ പ്രൊനൗൺ ആയിട്ട് അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ദെയറാണ്. വണ്ണിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെയാണിത്. ദെയർ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗിൽ പ്രൊനൗണിൻ്റെ പ്ലേസിൽ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ദെയറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമുക്ക് ഓക്സിലറി വെർബ് കിട്ടി. ഓക്സിലറി വെർബ് ഏതാണ്? ആർ എന്നുള്ളതാണ് അല്ലേ ഓക്സിലറി വെർബ്. അപ്പോൾ ഓക്സിലറി വെർബിൻ്റെ കൂടെ നോട്ട് ചേർത്ത് എന്ത് ചെയ്യണം? അതിനെ നെഗറ്റീവ് ആക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആറിൻറ്റ് എന്ന് കിട്ടി. പിന്നീട് ഞാൻ പറഞ്ഞു ദെയർ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രൊനൗൺ എന്ത് യൂസ് ചെയ്യണം? ദെയർ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ദെയർ ആർ 34 lakes ഇൻ കേരള എന്നതിൻ്റെ ആൻസർ ആണ് ആറിൻറ്റ് ദെയർ. അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. ക്ലോസ് ദി ഡോർ. ക്ലോസ് ദി ഡോർ സെൻറ്റൻസിൻ്റെ ക്ലാസ്സിൽ നല്ല വൃത്തിക്ക് പഠിച്ചു. പിന്നെ നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്ത റിപ്പോർട്ടഡ് സ്പീച്ചിലും ആക്റ്റീവ് വോയിസിലും ഒക്കെ പഠിച്ചതാണ്. ഇതെന്താണ്? ഇത് ഇംപരേറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ. ക്ലോസ് ദി ഡോർ എന്ന് പറയുന്ന ഇംപരേറ്റീവ് സെൻറ്റൻസ് ആണ്. ദ വെർബായ ക്ലോസിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇംപരേറ്റീവ് സെൻറ്റൻസിലെ ഓർഡറാണ് ക്ലോസ് ദി ഡോർ. അടുത്തൊരു സെൻറ്റൻസ്, ബ്രിങ് എ പീസ് ഓഫ് പേപ്പർ. ഇതും വെർബിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇതും എന്താണ്? ഇംപരേറ്റീവ് സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറയുന്നതും ഇംപരേറ്റീവ് സെൻറ്റൻസ് ആണ്. ഡോണ്ട് മേക്ക് നോയിസ് ഇതും ഇംപരേറ്റീവ് സെൻറ്റൻസ് ആണ്. അതായത് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഇംപരേറ്റീവ് സെൻറ്റൻസിന് ടാഗ് എന്താവുന്നുള്ളതാണ്. ഇന്ന് ഇപ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3യുടെ ഈ ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം എന്താണ്? അസർട്ടീവ് സെൻറ്റൻസിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. ഇനി പോകുന്നത് ഇംപരേറ്റീവ് സെൻറ്റൻസിൻ്റെ കേസാണ്. ആദ്യം അറിഞ്ഞു വെക്കേണ്ട കാര്യം, ഇംപരേറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവ് ആയിക്കൊള്ളട്ടെ നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ അതിൻ്റെ ടാഗ് എന്താവണം? വിൽ യു. തന്നിരിക്കുന്നത് ഇംപരേറ്റീവ് സെൻറ്റൻസ് ആണോ അതിൻ്റെ ടാഗ് വിൽ യു ആയിരിക്കും. ഇവിടെ നോക്കൂ, ക്ലോസ് ദി ഡോർ. ഇത് പോസിറ്റീവാണ്. സെൻറ്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ എന്നൊന്നും നമ്മൾ നോക്കണ്ട. ഇംപരേറ്റീവ് സെൻറ്റൻസ് ആണോ എന്ന് മനസ്സിലാക്കുക. ഇംപരേറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് വിൽ യു. അടുത്ത സെൻറ്റൻസ് അറിയാം, ബ്രിങ് എ പീസ് ഓഫ് പേപ്പർ. അതും ഇംപരേറ്റീവ് ആണ്. ശരിക്കും സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, ഒന്നും ശ്രദ്ധിക്കേണ്ട. ഇംപരേറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ടാഗ് എന്താണ്? വിൽ യു. തന്നിരിക്കുന്ന ഈ 4 സെൻറ്റൻസുകളും ഇംപരേറ്റീവ് സെൻറ്റൻസ് ആണ്. സോ ഇതിൻ്റെ 4ൻ്റെയും ആൻസർ എന്താണ്? വിൽ യു എന്നാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു കാര്യത്തിൽ ചെറിയൊരു തിരുത്ത് ഞാൻ കൊണ്ടുവരുവാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഇംപരേറ്റീവ് സെൻറ്റൻസ് ആണോ ടാഗ് എന്താവണം? വിൽ യു ആയിരിക്കണം എന്ന് പറഞ്ഞു. നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ ഒന്നും നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞു. ഞാനൊരു ചെറിയ തിരുത്ത് അവിടെ കൊണ്ടുവരുവാണ്. ഈ സെൻറ്റൻസ് കാണുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ സെൻറ്റൻസ് നോക്കൂ. പ്ലീസ് ക്ലോസ് ദി വിൻഡോ. പ്ലീസ് ഗിവ് മീ യുവർ പെൻ. കം ഔട്ട് വിത്ത് മീ ടുനൈറ്റ്. ഡ്രൈവ് കെയർഫുള്ളി. ഇങ്ങനെ 4 സെൻറ്റൻസ് ആണ് ഞാനിവിടെ തന്നിരിക്കുന്നത് അല്ലേ. ഇത് 4ഉം ഇംപരേറ്റീവ് സെൻറ്റൻസ് ആണ്. പ്ലീസ് ക്ലോസ് ദി വിൻഡോ. ഇംപരേറ്റീവ് സെൻറ്റൻസിൽ പ്ലീസ് വന്നു കഴിഞ്ഞാൽ അത് റിക്വസ്റ്റിനെ കാണിക്കുവാണ്. പ്ലീസ് ഗിവ് മീ യുവർ പെൻ അഗൈൻ റിക്വസ്റ്റിനെ കാണിച്ചു. കം ഔട്ട് വിത്ത് മീ ടുനൈറ്റ്. ഇന്ന് എൻ്റെ കൂടെ പുറത്തു വരൂ എന്ന് പറയുന്നത് ഒരു ഇൻവിറ്റേഷനാണ്. നമ്മൾ ഒരാളെ ക്ഷണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഇൻവിറ്റേഷനെ കാണിക്കുന്നതാണ്. ഡ്രൈവ് കെയർഫുള്ളി. ഡ്രൈവ് കെയർഫുള്ളി എന്ന് പറയുന്നത് ഒരു ജാഗ്രതയെ കാണിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു അനിവാര്യതയെ കാണിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് ഡ്രൈവ് കെയർഫുള്ളി.
അപ്പോൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസിൽ ഒരു റിക്വസ്റ്റിനെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു അപേക്ഷയെ കാണിക്കുന്ന സെൻറ്റൻസ് വന്നാൽ, അതുമല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷനെ കാണിക്കുന്ന സെൻറ്റൻസ് ആണെങ്കിൽ, അതുമല്ല ഒരു അനിവാര്യതയെ കാണിക്കുന്ന സെൻറ്റൻസ് ആണെങ്കിൽ ഇതിൻ്റെ എല്ലാം ടാഗ് വോണ്ട് യു ആയിരിക്കും. പ്ലീസ് ക്ലോസ് ദി വിൻഡോ, അതിൻ്റെ ടാഗ് എന്താണ്? വോണ്ട് യു. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒരു നോട്ട്ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഏതൊക്കെ സിറ്റുവേഷനാണെന്ന് ചോദിച്ചാൽ ഇമ്പരേറ്റീവ് സെൻറ്റൻസിൽ റിക്വസ്റ്റിനെ കാണിക്കുന്നതാവാം, ഇൻവിറ്റേഷനെ കാണിക്കുന്നതാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജാഗ്രത അല്ലെങ്കിൽ ഒരു അനിവാര്യത, ഒരു തിടുക്കത്തെ കാണിക്കുന്ന സെൻറ്റൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ എപ്പോഴും ടാഗ് എന്താവണം? വോണ്ട് യു ആയിരിക്കണം. അതും സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മറ്റൊന്ന് നോക്കാം. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്, സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്, ഷട്ട് യുവർ മൗത്ത്. ഇത് രണ്ടും ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണല്ലോ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് ഇത് ഒരു ഇംപേഷ്യൻസിനെ കാണിക്കുന്ന ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. അതായത് നമ്മുടെ എന്താ പറയുന്നത്, ഒരു അക്ഷമയെ കാണിക്കുന്ന ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ് ഇത് രണ്ടും. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്, ഷട്ട് യുവർ മൗത്ത്. നമ്മൾ അക്ഷമരാകുമ്പോൾ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ അല്ലെങ്കിൽ സെൻറ്റൻസുകളാണിത്. അപ്പം ഇംപേഷ്യൻസിനെ കാണിക്കുന്ന ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് എപ്പോഴും കാണ്ട് യു ആയിരിക്കും. ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെ 3 കേസും പഠിച്ചു. ഞാൻ പറഞ്ഞു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ടാഗ് വിൽ യു ആയിരിക്കും. ഇനി അത് റിക്വസ്റ്റിനെയോ ഇൻവിറ്റേഷനെയോ അതെയോ എന്താ പറയുന്നത് മറ്റ് ചില കാര്യങ്ങൾ, ജാഗ്രത അതുപോലുള്ള കാര്യങ്ങളെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ടാഗ് വോണ്ട് യു ആയിരിക്കും. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് തന്നെ ഇംപേഷ്യൻസിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാഗ് കാണ്ട് യു ആയിരിക്കും. ഇതുപോലെ നമ്മൾ ഇടയ്ക്ക് ലെറ്റസിൽ തുടങ്ങുന്ന പറഞ്ഞല്ലേ, ഷാൾ വി ആയിരിക്കും ടാഗ് എന്ന് പറഞ്ഞു. ചില സെൻറ്റൻസ് ലെറ്റ് മീയിൽ തുടങ്ങാറുണ്ട്. ലെറ്റ് മീ ഒന്ന് നോക്കാം. ലെറ്റസിൽ തുടങ്ങുന്നതിൻ്റെ ടാഗ് ഷാൾ വി ആയിരിക്കും എന്ന് വിചാരിച്ച് ലെറ്റ് മീയിൽ തുടങ്ങുന്നതിൻ്റെ ടാഗ് ഒരിക്കലും ഷാൾ ഐ ആയിരിക്കില്ല. ലെറ്റ് മീയിൽ തുടങ്ങുന്നത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. കണ്ടോ, ലെറ്റ് എന്ന് പറയുന്ന വെർബാണല്ലോ. ഇതിൻ്റെ ടാഗ് അപ്പം എന്താവണം? വിൽ യു എന്നുള്ളതാണ് ലെറ്റ് മീയിൽ തുടങ്ങുന്ന വാക്കുകളുടെ ടാഗ്. അത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ലെറ്റസ് പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു പാർട്ടാണ് ലെറ്റ് മീ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓർത്തപ്പോൾ പറയുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ലെറ്റ് മീ ചെക്ക് ദിസ് ക്വസ്റ്റ്യൻ, ലെറ്റ് മീയിൽ തുടങ്ങുന്നത് അത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. അതിൻ്റെ ടാഗ് എന്താവണം? വിൽ യു ആയിരിക്കണം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെ പഠിച്ചു? ഐ ആമിൻ്റെ കേസ്. ആം ഒരു ഐ ആം എന്നുള്ളത് പോസിറ്റീവ് സെൻറ്റൻസിലും നെഗറ്റീവ് സെൻറ്റൻസിലും വന്നാൽ എന്താണ് ചേഞ്ചസ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ദെയർ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. വൺ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും എന്ന് പഠിച്ചു. ദെൻ ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെ 3 കേസ് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമ്മുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ട് കിട്ടി അല്ലേ? അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഏരിയ എടുത്ത് ചെയ്യുക. ഈ പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെല്ലാം പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഈ ചാനൽ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് കൂടി ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണം. താങ്ക്